ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 11ാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി ക്രിക്കറ്റ് മാമാങ്കത്തിൻ്റെ നാളുകൾ. കഴിഞ്ഞ 10 മാസത്തോളം ഇന്ത്യക്ക് വേണ്ടി ഒരേ സ്വരത്തിൽ ആർപ്പ് വിളിച്ചിരുന്ന ആരാധകർ ഇനി ചേരിതിരിയും. വെല്ലുവിളികളും ട്രോളുകളും നിറയും. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരുപിടി താരങ്ങൾ മത്സരത്തിൻ്റെ ആവേശച്ചൂടിൽ അങ്കത്തട്ടിലിറങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന IPL ലേലത്തിൽ തങ്ങളുടെ തന്ത്രങ്ങൾക്കനുസരിച്ചുള്ള താരങ്ങളെ ടീമിലെത്തിച്ച് ടീമുകളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനിയാണ് കളി. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്, നിലവിലെ ചാമ്പ്യന്മാർ. കോഴ വിവാദത്തിൽപ്പെട്ട് 2 വർഷം അങ്കത്തട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചെന്നൈ കപ്പടിച്ചാണ് തിരിച്ചുവരവ് ആഘോഷമാക്കിയത്. കിഴവൻ സംഘം എന്ന പരിഹാസങ്ങളെ കാറ്റിൽ പറത്തി ധോണിയുടെ കുട്ടികൾ തങ്ങളുടെ 3ാം കിരീടം സ്വന്തമാക്കി. ഇതുവരെ കളിച്ച എല്ലാ സീസണിലും പ്ലേ ഓഫിൽ പ്രവേശിച്ച ചെന്നൈ 4 തവണ റണ്ണേഴ്സപ്പായി. കഴിഞ്ഞ കൊല്ലത്തെ ടീമിൽ നിന്നും ഏറെ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ചെന്നൈ ഇക്കുറിയും ഇറങ്ങുക. ബാറ്റ്സ്മാൻ രാജു ഗെയ്ക്വാദ്, ബൗളർ മോഹിത് ശർമ്മ എന്നിവർ മാത്രമാണ് ടീമിലെ പുതുമുഖങ്ങൾ. ദക്ഷിണാഫ്രിക്കയുടെ യുവ പേസർ ലുങ്കി എങ്കിഡി പരിക്കേറ്റ് പുറത്തായത് ചെന്നൈക്ക് തിരിച്ചടിയാണ്. എങ്കിഡിക്ക് ഇനിയും ചെന്നൈ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ദുർബലമായ ബൗളിംഗ് നിരയാവും ചെന്നൈ നിരയെ കുഴയ്ക്കുന്നത്. വാട്സൺ, റെയ്ന, ഡുപ്ലസിസ്, റായുഡു, കേദാർ ജാദവ് എന്നിവരോടൊപ്പം ക്യാപ്റ്റൻ ധോണി കൂടി ചേരുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമാണ്. അതുതന്നെയാണ് ചെന്നൈയുടെ കരുത്തും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ചെന്നൈയോളം ട്രാക്ക് റെക്കോർഡുള്ള മുംബൈ 3 തവണ ചാമ്പ്യൻ പട്ടം ചൂടിയിട്ടുണ്ട്. പക്ഷേ പ്രതിഭയോളം പോകുന്ന പ്രകടനം പുറത്തെടുക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടില്ല. അസ്ഥിരമായ പ്രകടനങ്ങൾ പലപ്പോഴും ടീമിനെ പിന്നോട്ടടിച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ ലേലത്തിൽ യുവരാജ് സിംഗ്, അൻമോൻപ്രീത് സിംഗ്, ലസിത് മലിംഗ, ബരീന്ദർ സ്രാൻ തുടങ്ങിയവരെ ടീമിലെത്തിച്ചുവെങ്കിലും ഫൈനൽ 11-ൽ യുവരാജിന് മാത്രം ഇടം കിട്ടാനാണ് സാധ്യത. രോഹിത്, ഇഷാൻ കിഷൻ, ഡീകോക്ക്, എവിൻ ലൂയിസ്, പാണ്ഡ്യ സഹോദരങ്ങൾ, പൊള്ളാഡ്, ബുംറ, മിച്ചൽ മക്ലാനഗൻ, മയങ്ക് മാർക്കണ്ഡെ തുടങ്ങി ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപിടി മികച്ച താരങ്ങൾ മുംബൈക്കുണ്ട്. സന്തുലിതമായ ടീമാണെങ്കിൽ പോലും പ്രകടനത്തിലെ അലസത മുംബൈക്ക് തിരിച്ചടിയായേക്കും. യുവരാജ് സിംഗ് എത്രത്തോളം വിജയമാകുമെന്നതും സംശയമാണ്. മലിംഗ കളിക്കുന്നില്ലെന്നറിയിച്ചതോടെ ശ്രീലങ്കൻ പേസർക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടതും മുംബൈയുടെ അധിക ജോലിയാകും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL ടീമുകളിൽ ഏറ്റവും ശക്തം. പക്ഷേ ഇനിയും കിരീടത്തിൽ മുത്തപ്പെടാൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. 2015-ലെ 3ാം സ്ഥാനമാണ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 ബാറ്റ്സ്മാൻമാരായ വിരാട് കോഹ്ലിയും AB ഡി വില്ലിയേഴ്സും നയിക്കുന്ന RCB ബാറ്റിംഗ് നിര ശക്തമാണ്. ഇരുവർക്കുമൊപ്പം വെസ്റ്റ് ഇൻഡീസ് യുവ സെൻസേഷൻ ഷിംറോൺ ഹെറ്റ്മെയർ, എക്സ്പ്ലോസീവ് വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസൻ തുടങ്ങിയവർ കൂടി ചേരുന്ന ബാറ്റിംഗ് നിര ഏത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും വെല്ലുവിളിക്കാൻ ശക്തിയുള്ളതാണ്. കോളിൻ ഡി ഗ്രാൻഹോം, മാർക്കസ് സ്റ്റോയിൻസ്, മൊയിൻ അലി, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയവർക്ക് പുറമെ അക്ഷൻദീപ് നാഥ്, ശിവം ദുബെ, ഗുർകീരത് സിംഗ് തുടങ്ങിയ ഓൾറൗണ്ടർമാരെയും RCB ടീമിലെത്തിച്ചു. ചഹാൽ, സൗത്തി, ഉമേഷ്, കോൾട്ടർനൈൽ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ബൗളിംഗ് നിരയും ശരാശരിക്ക് മുകളിലാണ്. കിട്ടുന്ന വിഭവങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ കോഹ്ലിക്ക് സാധിച്ചാൽ ആദ്യ IPL കിരീടം എന്ന സ്വപ്നം ഈ സീസണിൽ RCBക്ക് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഡേവിഡ് വാർണറുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു സർപ്രൈസ് പാക്കേജാണ്. 1 തവണ ചാമ്പ്യൻ പട്ടം ചൂടിയ സൺറൈസേഴ്സ് നിലവിലെ റണ്ണേഴ്സപ്പാണ്. കെയ്ൻ വില്യംസൺ, ഡേവിഡ് വാർണർ, മനീഷ് പാണ്ഡെ, ദീപക് ഹൂഡ, യൂസുഫ് പത്താൻ, വിജയ് ശങ്കർ, ഷാക്കിബുൽ ഹസൻ തുടങ്ങിയവരോടൊപ്പം പുതുതായി ലേലം കൊണ്ട മാർട്ടിൻ ഗപ്റ്റിൽ, വൃദ്ധിമാൻ സാഹ, ജോണി ബാരിസ്റ്റോ എന്നിവർ കൂടി ചേരുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമാണ്. ലോകത്തിലെ 1ാം റാങ്ക് T20 ബൗളർ റാഷിദ് ഖാനോടൊപ്പം ഭുവനേശ്വർ കുമാർ, സിദ്ധാർത്ഥ് കൗൾ, മലയാളി പേസർ ബേസിൽ തമ്പി, സന്ദീപ് ശർമ്മ തുടങ്ങിയവർ കൂടി ഉൾപ്പെടുന്ന ബൗളിംഗ് നിരയും ശക്തമാണ്. ടൈറ്റിൽ റേസിൽ മറ്റാരെക്കാളും പോരാട്ട വീര്യം പ്രകടിപ്പിക്കുക സൺറൈസേഴ്സ് ആകും. IPLൽ പ്രഥമ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന് പിന്നീടങ്ങോട്ട് നല്ല സമയമല്ല. ലീഗ് സ്റ്റേജുകളിൽ തുടർച്ചയായി കാലിടറിയ രാജസ്ഥാൻ റോയൽസ് പിന്നീട് 3 തവണ മാത്രമാണ് പ്ലേ ഓഫിലെത്തിയത്. വൻ തുക മുടക്കി കഴിഞ്ഞ കൊല്ലം ടീമിലെത്തിച്ച ജയദേവ് ഉനദ്കട്ടും ബെൻ സ്റ്റോക്സും നിരാശപ്പെടുത്തിയതോടെ സസ്പെൻഷൻ കഴിഞ്ഞുള്ള തിരിച്ചുവരവിലും രാജസ്ഥാന്റെ യാത്ര പ്ലേ ഓഫിലൊതുങ്ങി. പന്ത് ചുരണ്ടൽ വിവാദത്തിനു ശേഷം തിരിച്ചെത്തുന്ന ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തിന്റെ സാന്നിധ്യം രാജസ്ഥാന് കരുത്തു പകരും. രാജസ്ഥാന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജു സാംസൺ, അജിങ്ക്യ രഹാനെ, ജോസ് ബട്ട്ലർ, രാഹുൽ ത്രിപാഠി തുടങ്ങിയവർക്കൊപ്പം ഇക്കൊല്ലം ടീമിലെത്തിയ മനൻ വോഹ്റയും ചേരുന്ന ബാറ്റിംഗ് ലൈനപ്പ് ശരാശരിയാണെന്ന് പറയേണ്ടി വരും. ധവാൽ കുൽക്കർണി, ജയദേവ് ഉനദ്കട്ട്, ഒഷേൻ തോമസ്, ഇഷ്രോദി തുടങ്ങിയവരടങ്ങുന്ന ബൗളിംഗ് നിരയും ശരാശരിയാണ്. കൃഷ്ണപ്പ ഗൗതം, ബെൻ സ്റ്റോക്സ് തുടങ്ങിയവർക്കൊപ്പം ഈ വർഷം ലേലം കൊണ്ട ആസ്റ്റൺ ടേണർ, ലിയാൻ ലിവിസ്റ്റൺ തുടങ്ങിയവരടങ്ങുന്ന ഓൾറൗണ്ടർമാർ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് കണ്ടറിയണം. 2 തവണ ചാമ്പ്യൻ പട്ടം ചൂടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ 3 സീസണുകളിൽ പ്ലേ ഓഫിൽ കടന്ന ടീമാണ്. സന്തുലിതമായൊരു ടീമാണ് കൊൽക്കത്തയുടെ കരുത്ത്. ക്രിസ്ലിൻ, ദിനേശ് കാർത്തിക്, റോബിൻ ഉത്തപ്പ, ശുഭ്മൻ ഗിൽ, നിതീഷ് റാണ തുടങ്ങിയവരടങ്ങിയ ബാറ്റിംഗ് ലൈനപ്പ് ശക്തവും സന്തുലിതവുമാണ്. ജോ ഡെൻലിയെയും നിഖിൽ നായിക്കിനെയും കൂടി ഈ വർഷം ടീമിലെത്തിച്ചതോടെ
KKRന് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തത കൂടി കൈവന്നിട്ടുണ്ട്. ശിവമവി, കമലേഷ് നഗരക്കൊടി എന്നീ ഇന്ത്യൻ അണ്ടർ-19 താരങ്ങളുടെ പരിക്ക് കൊൽക്കത്ത ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന് വലിയ തിരിച്ചടിയാണ്. ഇരുവർക്കും പകരക്കാരായി മലയാളി താരം സന്ദീപ് വാര്യർ, KC കരിയപ്പ എന്നിവരെ ടീമിലെത്തിച്ചെങ്കിലും ബൗളിംഗ് ദുർബലമാണ്. എങ്കിലും സ്പിന്നർമാരായ സുനിൽ നരയൻ, കുൽദീപ് യാദവ്, പീയൂഷ് ചവള എന്നിവർക്കൊപ്പം ലോക്കി ഫെർഗൂസൺ, പ്രസിദ്ധ് കൃഷ്ണ തുടങ്ങിയ താരങ്ങൾ കൂടി ചേരുന്നതോടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് വലിയ പ്രതിസന്ധി ഒഴിവാക്കും. ഇവർക്കൊപ്പം ആന്തെ റസൽ, ഈ ലേലത്തിൽ ടീമിലിടം നേടിയ കാർലോസ് ബ്രാത്ത്വെറ്റ് എന്നിവർ കൂടി ചേരുന്നതോടെ ടീം സന്തുലിതമാകുന്നു. പേരുമാറ്റി പോരാട്ടത്തിനിറങ്ങുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ഡെയർ ഡെവിൾസ് എന്ന പേരിൽ നിന്നും ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തിയതോടൊപ്പം ശ്രദ്ധേയമായ ചില താരങ്ങളെ കൂടി ടീമിലെത്തിച്ചിട്ടുണ്ട്. ശിഖർ ധവാൻ, ശ്രേയാസ് അയ്യർ, ഋഷഭ് പന്ത്, പൃഥ്വി ഷാ, കോളിൻ മൺറോ തുടങ്ങിയവരടങ്ങുന്ന ബാറ്റിംഗ് നിരയുടെ ശക്തിയിൽ സംശയമില്ല. ഇക്കൊല്ലം ടീമിലെത്തിയ ഹനുമ വിഹാരി, അങ്കുഷ് ബെയിൻസ് എന്നിവർ കൂടി ഫോം കണ്ടെത്തിയാൽ ഡൽഹി കുതിക്കും. കഗീസോ റബാഡ, അമിത് മിശ്ര, ട്രെന്റ് ബോൾട്ട്, സന്ദീപ് ലമിച്ഛാനെ, അവേഷ് ഖാൻ എന്നിവരോടൊപ്പം ഈ സീസണിൽ ടീമിലെത്തിയ ഇശാന്ത് ശർമ്മ, നാഥു സിംഗ് എന്നിവർ കൂടി ചേരുന്ന ബൗളിംഗ് നിരയും കടലാസിൽ കരുതരാണ്. ക്രിസ് മോറിസ്, മഞ്ജോത് കൽറ എന്നിവരോടൊപ്പം ഇക്കൊല്ലത്തെ ലേലത്തിൽ ടീമിനൊപ്പം ചേർന്ന കോളിൻ ഇൻഗ്രാം, അക്സർ പട്ടേൽ, കീമോ പോൾ, ജലക് സക്സേന തുടങ്ങിയവർ കൂടി ചേരുന്നതോടെ ഈ സീസണിലെ കറുത്ത കുതിരകളാവാനുള്ള കരുത്ത് ഡൽഹിക്കുണ്ട്. ലോകേഷ് രാഹുൽ, ക്രിസ് ഗെയിൽ, മായങ്ക് അഗർവാൾ, കരുൺ നായർ, ഡേവിഡ് മില്ലർ തുടങ്ങിയ പേരുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുതന്നെയാണ് കിങ്സ് 11 പഞ്ചാബിന്റെ കരുത്ത്. ഈ വർഷം ടീമിനൊപ്പം ചേർന്ന നിക്കോളാസ് പൂരൻ, സർഫറാസ് ഖാൻ തുടങ്ങിയവർ കൂടി ഈ ലൈനപ്പിനൊപ്പം ചേരുന്നതോടെ പഞ്ചാബ് ബാറ്റിംഗ് നിര സമ്പന്നമാകുന്നു. മുജീബ് റഹ്മാൻ, അശ്വിൻ, ആന്ദ്രെ തൈ തുടങ്ങിയവരുള്ള ബൗളിംഗ് നിരയും സന്തുലിതമാണ്. ഇരുവർക്കുമൊപ്പം മുഹമ്മദ് ഷമി, മുരുകൻ അശ്വിൻ തുടങ്ങിയവർ കൂടി പഞ്ചാബ് ജേഴ്സിയിൽ ഈ വർഷം അരങ്ങേറ്റം കുറിക്കുന്നതോടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ തലവേദന ഒഴിയുന്നു. സാം കറൻ, മോയിസസ് ഹെൻറിക്കസ് തുടങ്ങി മികച്ച ഓൾറൗണ്ടർമാരടങ്ങിയ ലിസ്റ്റും പഞ്ചാബിന്റെ കരുത്താണ്. സ്പോർട്സ് ഡെസ്ക്, ബിഗ് 14.